അച്ഛൻ പറഞ്ഞു പ്രയറൊക്കെ നന്നായിട്ടെന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാരെന്നോട് പറഞ്ഞു, ബ്രദറെ ഇനി നമ്മുടെ ടീം അംഗങ്ങൾ ഒരിക്കലും നാട് കാണില്ല. പള്ളി കോമ്പൗണ്ടിൽ കൂടെ വെള്ളം ഒഴുകുക, അച്ഛൻ ലോഹപ്പൊക്കി പിടിച്ചിട്ട് കുർബാനയ്ക്ക് ബെഞ്ചിന് കൂടെ നടന്നു വരും, ചെറിയ കുട്ടികളെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കുർബാനയാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ആരാധനയുടെ സമയത്ത് ഞാൻ വിയരസിനോട് സംസാരിക്കുന്നു. മഴ പെയ്തെന്ന് ചോദിച്ചു. അവിടെ അച്ഛൻ വിൽ യു പ്രേ ടു സ്റ്റോപ്പ് ദിസ് നാസ്റ്റി റെയിൻ? ഞാൻ രാജൻ, ചേർപ്പിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ സ്കൂളിംഗ് കുര്യച്ചിറയിലുള്ള സെയിൻറ്റ് പോൾ സ്കൂളിലായിരുന്നു 7th വരെ. പ്രീ ഡിഗ്രി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. PG ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതിനുശേഷം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടത്തുന്ന MBAക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് എൻ്റർപ്രണർഷിപ്പിലുള്ള MBA കോഴ്സ് ചെയ്തു. തുടർന്ന് ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ആയി. പഠിക്കുന്ന സമയത്ത് തന്നെ ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. എൻ്റെ അപ്പൻ്റെ പാർട്ട്നേഴ്സും കൂടി നടത്തിയിരുന്ന ഫ്രണ്ട്സ് യൂണിയൻ ഓയിൽ മിൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ വന്ന സമയത്ത് തന്നെ എൻ്റെ അപ്പൻ്റെ ചില സുഹൃത്തുക്കളും വെച്ച് നടത്തുന്ന ഫ്രണ്ട് സ്റ്റൈൽ ഫാക്ടറി എന്ന് പറയുന്ന ഉച്ചിപ്പാടം ജംഗ്ഷൻ, ഇപ്പോൾ ഉച്ചിപ്പാടത്ത് പള്ളി ഇരിക്കുന്ന സ്ഥലത്ത്, ആ ഫാക്ടറിയുടെ മാനേജ്മെൻറ്റിൽ ഞാൻ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ചെറുശ്ശേരിയിൽ, തേക്കാട്ടുശ്ശേരി ചെറുശ്ശേരിയിലുള്ള മിനറൽ സെറാമിക്സ് സിറാമിക് ബ്രിക്ക് ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ ഫാക്ടറി ആയിരുന്നു. അത് ഫാമിലി ബിസിനസ്സിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു. PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ തിരുവള്ളക്കാവ് അമ്പലത്തിൻ്റെ അടുത്തുള്ള സൂര്യ സെറാമിക്സ് എന്ന കമ്പനിയുടെ മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ചേർപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 1928 തുടങ്ങി പാരിഷ് കമ്പനി എന്ന് പറഞ്ഞ ഫിനാൻസ് കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഫാമിലി റിലേറ്റഡ് മറ്റ് ബിസിനസ്സുകളിലൊക്കെ ചെയ്തിരുന്നു. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുടുംബ ബിസിനസ്, മേജർ ബിസിനസ്, ഫ്ലാഗ്ഷിപ്പ് കമ്പനി എന്നൊക്കെ പറയും, C. ആൻ്റണി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കോടിമത, കോട്ടയത്ത് കോടിമതയിലുള്ള സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഞാനൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. നല്ല സ്കൂളിംഗ്, നല്ല കോളേജ് എഡ്യൂക്കേഷൻ. ഇത് കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നു. നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, സ്കൂളിലെ ടോപ്പർ, കോളേജിലെ ടോപ്പർ. ആ പോകുന്ന സമയത്ത്, ബിസിനസ്സിലൊക്കെ സജീവമായി നിൽക്കുന്ന സമയത്ത്, കുടുംബത്തിലെ ഒരു പാർട്ടീഷൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നിരുന്ന സമയത്ത് ഞങ്ങൾ സഹോദരർ തമ്മിൽ ചെറിയൊരു അകൽച്ചയൊക്കെ സംഭവിക്കുന്നു. ഒരു 96-97 കാലഘട്ടമായ സമയത്ത് ഞങ്ങൾ ബിസിനസ്സുകളൊക്കെ പലതും സ്പ്ലിറ്റ് ചെയ്തു. തൃശ്ശൂരിലും കോട്ടയത്തും ബിസിനസ്സുകളുണ്ടായിരുന്നു. തൃശ്ശൂരിലുള്ള ബിസിനസ്സുകൾ മിക്കവാറും എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചില ഡൈവേഴ്സിഫൈഡ് പ്രോജക്റ്റുകളിലേക്ക് കടന്നുപോയി. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. ഒരു 96-97 ഒക്കെ വന്ന സമയത്ത് എനിക്ക് ഒന്നിലും ഒരു സന്തോഷമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചു. സാധാരണഗതിയിൽ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണുന്ന നല്ല വീട്, നല്ല വണ്ടി, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, വിവാഹിതനാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം നന്നായി പോകുന്നു. പക്ഷെ എനിക്ക് ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ വന്നു. ആ സമയത്താണ് കാൽവരി ആശ്രമത്തിലെ ഫാദർ വില്യം പീറ്റർ നടത്തുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടയായത്. ആ ധ്യാനം കഴിഞ്ഞ സമയത്ത് ഒരു ആത്മീയമായൊരു ഉണർവും ചെറിയ സന്തോഷമൊക്കെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വോളണ്ടിയറായി മാറി അവിടെ ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാനായിട്ട് പോയി തുടങ്ങി. പിന്നീട് ഒരു 1.5 വർഷത്തിന് ശേഷം ഞാനവിടെ പ്രേക്ഷിതർക്കൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവിടുത്തെ ധ്യാന ടീമിൻ്റെ ഭാഗമായി മാറി ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് തുടങ്ങി.
ആ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു സുമോ വണ്ടി വാങ്ങിയിരുന്നു. ആ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി വിന്യാസിന്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താണ് വണ്ടിക്ക് ഒരു പേര് കൊടുക്കുന്നത്? അപ്പൊ ആ സമയത്ത് എല്ലാവരും പ്രൈസ് ദി ലോർഡ് എന്നൊക്കെയാണ് വണ്ടി എഴുതാറുള്ളത്. 97 കാര്യമാണ്. അച്ഛൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് എഴുതണ്ട, നീ പകരം കാൽവരി നാഥൻ എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ പേര് കാൽവരി നാഥൻ എന്നായി. സ്വാഭാവികമായിട്ട് തൃശ്ശൂർ വടക്കുനാഥൻ എന്നൊക്കെ കേട്ടിട്ടുള്ള ആളുകൾ ഈ വണ്ടി തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിലാണ് അവരെ കൊട്ടുമുടക്കുന്നത്. എവിടെ ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഇതെന്താണ് ഈ കാൽവരി നാഥൻ എന്ന് പറഞ്ഞത്, ആരാ? സ്വാഭാവികമായിട്ടും കാൽവരി യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തു, അവൻ സ്വർഗത്തിലേക്ക് പോയി, വീണ്ടും വീഴുമെന്നൊക്കെ പറഞ്ഞ് സുവിശേഷം ലളിതമാക്കി പലരോടും പറയുവാൻ അത് വലിയൊരു അവസരമായി മാറി. കാൽവരി ആശ്രമത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും സുവിശേഷ യോഗങ്ങൾക്ക് ഞാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ കരിസ്മാറ്റിക് മേഖലയിലുള്ള ആളുകൾ എന്നെ പറ്റി പരാമർശിച്ച് പറയുന്ന സമയത്ത് ഏത് രാജനെന്ന് ചോദിച്ചാൽ കാൽവരി രാജൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഔദ്യോഗിക പേര് രാജൻ സി എന്നാണ്. അത് മാറി രാജൻ കാൽവരി എന്നായി എൻ്റെ പേര് മാറി. പിന്നീട് എൻ്റെ ഐഡന്റിറ്റി തന്നെ മറ്റൊന്നായി മാറി. കാൽവരി രാജൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ രാജൻ കാൽവരി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആളുകളെ അറിയുള്ളൂ എന്നൊരവസ്ഥയിലെത്തി. തുടർന്ന് ശുശ്രൂഷയിലെ സജീവമായ പങ്കാളിത്തത്തിൽ നിൽക്കുന്ന സമയത്ത് ബെന്യൻസിൽ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. USA പഠിക്കാനൊക്കെ ആയിട്ട് പോയി. തുടർന്ന് സണ്ണി പള്ളിപ്പാട്ട് എന്ന് പറഞ്ഞ അച്ഛൻ എന്നോട് ഡയറക്ടറായിട്ട് വന്നു. ആ സമയത്ത് അച്ഛൻ നടത്തിയിരുന്ന ധ്യാനങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കാൻ, എല്ലാ ദിവസവും താമസിക്കുന്ന ധ്യാനങ്ങളിൽ ക്ലാസ് എടുക്കാനൊക്കെ ഇടയായി. സണ്ണി പള്ളിപ്പാട്ട് അച്ഛൻ നടത്തിയ ആദ്യത്തെ ധ്യാനത്തിൽ ഞാൻ അതിൽ പങ്കെടുക്കുകയാണ്. ആരാധനയുടെ സമയത്ത് അച്ഛൻ മൈക്കിലൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, രാജൻ എന്ന മകന് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വരം നൽകി അനുഗ്രഹിക്കും. സുവിശേഷം പ്രസംഗിക്കുവാൻ പേര് ചൊല്ലി വിളിക്കുന്നു. ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും എനിക്ക് സുവിശേഷം മുഴുവൻ സമയം പ്രൊമോഷനായിട്ട് നടക്കാൻ വേണ്ടി താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഒപ്പം ഒരു പാർട്ട് ടൈം ഒഴിവ് കിട്ടുന്ന സമയത്ത് സുവിശേഷ വേലയെ സഹായിക്കുക, അല്ലെങ്കിൽ ദശാംശമൊക്കെ കൊടുത്ത് സഹായിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ എൻ്റെ ബിസിനസ് മേഖലയിൽ കളിമണ്ണ് റിലേറ്റഡ് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തിരുന്നത്. കളിമണ്ണ് എടുക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നു. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റം വരുന്നു. ഓട് ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്ന മാറി കോൺക്രീറ്റിലേക്ക് പരിപൂർണമായിട്ട് മാറിപ്പോകുന്നു. ഫ്ലാറ്റ് കൾച്ചർ വരുന്നു. ഞങ്ങളുടെ പൈപ്പ് യൂണിറ്റിലെ ക്ലേ ബേസ്ഡ് പൈപ്പ് ചെയ്തിരുന്നത് പ്ലാസ്റ്റിക് പൈപ്പുകൾ, PVC പൈപ്പുകൾ, റിജിഡ് PVC പൈപ്പുകളൊക്കെ വന്ന സമയത്ത് ആ യൂണിറ്റ് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് റോ മെറ്റീരിയൽ കിട്ടാതെ വരുന്നു. ഫിനിഷ് ഗുഡ്സ് വാങ്ങാൻ ആളില്ലാത്ത സാധ്യത. സ്വാഭാവികമായിട്ടും ബിസിനസ് അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീരുകയും മുഴുവൻ സമയം ദൈവവേല ചെയ്യുന്ന ഒരു സുവിശേഷത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് മാറുവാൻ ഇടയായി. ഇല്ലെങ്കിൽ സന്നിച്ചനിലൂടെ പറഞ്ഞ ഒരു പ്രൊഫസി അത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അത് പരിപൂർണമായിട്ടുള്ളത് സംഭവിക്കുകയും ചെയ്തു. ആരംഭ കാലഘട്ടത്തിൽ മലയാളത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, മലയാള ഭാഷയിലാണ് പറയുന്നതെങ്കിൽ, പിന്നീട് വളരെ ആദർശികമായിട്ട് സേലത്തേക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചു. ഇപ്പൊ ഞാൻ സേലത്തുള്ള മലയാളികളുടെ യോഗമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വരാമെന്നവരോട് പറഞ്ഞത്. യോഗത്തിന്റെ തലേ ദിവസം എന്നെ ക്ഷണിച്ച സംഘാടകരിൽ പറയുന്നു, ഇംഗ്ലീഷിലാണ് യോഗം, അപ്പൊ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ അന്ന് അവരോട് പറഞ്ഞു, മലയാളത്തിൽ ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്, മലയാളത്തിൽ പ്രസംഗിക്കാം. അതായത് ഇംഗ്ലീഷിൽ എനിക്ക് കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാനും കുറച്ച് അറിയാം. അല്ലെങ്കിൽ എന്ത് എഴുതി തന്നാലും അത് തിരിച്ച് അതിന് മറുപടി എഴുതി തരാൻ പറ്റും. പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും പരിശ്രമിക്കാൻ പറഞ്ഞു. അവർ വേറെ ആളുകളൊക്കെ നോക്കി, അവർക്ക് വേറെ ആളെയും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സോടെ ഒരു ഇംഗ്ലീഷ് ബൈബിളൊക്കെ മേടിച്ച് അവരുടെ കൂടെ പോയി ട്രെയിനിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. യോഗം തുടങ്ങിയ സമയത്ത് സംഘാടകരോട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിൽ വലിയ പ്രാവീണ്യം ഇല്ല,
ഞാൻ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കാൻ വരുന്നത്. മലയാളത്തിലാണെങ്കിൽ ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ അവർ ട്രാൻസ്ലേറ്ററെ ഏർപ്പാടാക്കാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അന്ന് സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചു. 10 മിനിറ്റെങ്കിലും പറയാൻ പറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ പ്രസംഗം 1.25 മണിക്കൂറിന് ശേഷമാണ് അത് അവസാനിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അത് അവർക്ക് വലിയൊരു ആത്മീയ അനുഭവമായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അത് വലിയൊരു സന്തോഷത്തിന് കാരണമാവുകയും ചെയ്തു. ഈ യോഗത്തിന് ശേഷം പിന്നീട് പലരും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെയുള്ള ആളുകൾ പലതരത്തിൽ അറിഞ്ഞിട്ട് തന്നെ പിന്നീട് എവിടെ വിളിച്ചാലും ഇംഗ്ലീഷിലുള്ള കൂട്ടായ്മകളിലേക്കും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന യോഗങ്ങളിലേക്കാണ് എന്നെ അധികവും വിളിച്ചിരുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷിലുള്ള ധ്യാനങ്ങൾ തുടങ്ങുവാൻ ഡേവിസ് പട്ടത്തിനോടും നിവി കണ്ണായച്ചനോടും ഡേവിസ് മെനിക്കലിസിനോടൊക്കെ ഒപ്പം ചേർന്ന് ആ ധ്യാന ശുശ്രൂഷകൾ തുടങ്ങി വയ്ക്കാൻ, ആ ശുശ്രൂഷകളിൽ പങ്കാളിയാകാൻ സാധിച്ചു. തുടർന്ന് 2009 മുതൽ വേളാങ്കണ്ണി പള്ളിയോട് ചേർന്നുള്ള ധ്യാന കേന്ദ്രത്തിൽ ദൈവകൃപയാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കന്നഡത്തിലും കൊങ്കിണി ഭാഷകളിലൊക്കെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കാനും അത് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചു. വേളാങ്കണ്ണിയിലെ ശുശ്രൂഷകൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. മാത്രമല്ല ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് 4 ലാംഗ്വേജുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ദൈവം വലിയ കൃപ നൽകിയെന്ന് അനുഗ്രഹിച്ചു. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പലപ്പോഴും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു പണിയില്ലാണ്ട് ഇവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് പല വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ബിസിനസ് പരിപൂർണമായി നിർത്തി സുവിശേഷ വേലയിൽ വ്യാപൃതനായ സമയത്ത് ധ്യാനത്തിന് പോയിട്ട് ഭ്രാന്ത് പിടിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളും സ്നേഹിതരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഈ ശുശ്രൂഷ ജീവിതം അവസാനിപ്പിക്കാൻ പലപ്പോഴും തീരുമാനിക്കാറുണ്ട്. എന്നൊക്കെ സുവിശേഷ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ അന്ന് ആ യോഗത്തിന് മുമ്പ് പലപ്പോഴും ഇത് എൻ്റെ അവസാനത്തെ യോഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകും. അന്ന് ആ യോഗത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുകയും അത് പിന്നീട് ഒരു എക്സൈറ്റ്മെൻ്റായി മാറുകയും തുടർന്നുള്ള ശുശ്രൂഷ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്തരം ചില സംഭവങ്ങൾ നിങ്ങളോട് പറയും. ഡൽഹിയിൽ നോയിഡയിൽ സെയിൻറ്റ് അൽഫോൺസ സ്കൂളിൻ്റെ ഉള്ളിൽ നോയിഡയിലുള്ള മലയാളികളെ എല്ലാവരും ചേർന്ന് എല്ലാ വർഷവും ഒരു കൺവെൻഷൻ നടത്താറുണ്ട്. സാധാരണ ഇതിൽ ഡിവൈനിലെ ടീം വന്നിട്ടാണ് കൺവെൻഷൻ നടത്താറ്. ഒരു വർഷം 2009 കൺവെൻഷൻ നടത്താൻ വേണ്ടി എന്നെ അവിടുത്തെ സംഘാടകരെ എന്നെ വിളിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്, മലയാളത്തിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അവിടെ പല ടൈപ്പ് ആളുകളുള്ള ആളുകൾ. പഴയ ആളുകൾക്ക് മലയാളം അറിയുള്ളൂ, പിന്നത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനിലെ ആളുകൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയുള്ളൂ, മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേണം എന്നതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ സ്നേഹിതരും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പരിചയമുള്ള ആളുകളൊക്കെ കൂടെ അവിടെ പോയി. ആ കൺവെൻഷൻ്റെ 4 ദിവസത്തെ കൺവെൻഷനായിരുന്നു. അവസാനത്തെ ദിവസം ആളുകൾക്കൊന്നും യാതൊരു കുലുക്കവും നമ്മൾ കാണുന്നില്ല. ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഒരു വളരെ ഡ്രൈ ആയിട്ട് നമുക്കും തോന്നും. 3-ാമത്തെ ദിവസം നല്ല വേനൽക്കാലമാണ്, ഏപ്രിൽ മാസത്തിലാണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 10, 11, 12, 13 ദിവസങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥിക്കുകയും കൺവെൻഷൻ തുടങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഞാനിത് യോഗത്തിൽ പറയുകയും ചെയ്തു. നമ്മളിവിടെ ഡൽഹിയിൽ ഇങ്ങനെ യോഗം നടക്കുന്നു, അപ്രതീക്ഷിതമായിട്ട്, അല്ലെങ്കിൽ ഈ വേനൽക്കൂടി നല്ല ചൂടുള്ള സമയം, 40 ഡിഗ്രിയൊക്കെ ചൂടുള്ള സമയത്ത് മഴ ലഭിക്കുന്നു, ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ പൂമഴയാന്നൊക്കെ പറഞ്ഞ പ്രസംഗത്തിൽ. പക്ഷെ അവിടെ വന്ന ചില ആളുകൾ പറഞ്ഞു ഇത് ഒക്കേഷണൽ റിസൾട്ട് ആണ്, ഇത് ന്യൂനമർദ്ദമാണ്, ഇതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. കേട്ട സമയത്ത് നമുക്കൊരു അല്പം നിരാശയ്ക്ക് തോന്നിയെങ്കിൽ ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അടുത്ത ദിവസം യോഗം തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഏലിയിൽ നിന്ന് എലീഷയിലേക്ക് അഭിഷേകത്തിന്റെ പകർച്ച, ഇരട്ടി പങ്ക് അഭിഷേകം പകർച്ച
കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അതിനിടയിൽ ഇങ്ങനെ 1 രാജാക്കന്മാരിൽ നിന്നുള്ള വചനഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത്, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം മഴ പെയ്തില്ല. പിന്നീട് ഏലിയ പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ശക്തമായ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ ശക്തിയോടുകൂടി മഴ പെയ്യും. അവിടെയുള്ള ആളുകൾക്ക് അതൊരു പുത്തൻ അനുഭവമായി മാറുകയും ചെയ്തു. അത് മാറുന്ന കാണുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു. ആഹാബിന്റെ 400 പ്രവാചകന്മാരും അഷേര ദേവതയുടെ 450 പ്രവാചകന്മാരും ഉൾപ്പെടെയുള്ള 850 പേരും ഏലിയയും തമ്മിൽ ഒരു പന്തയത്തിൽ ഏർപ്പെടുന്നു. ആരുടെ ബലിയിലേക്കാണോ സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരുന്നത്, ആ വ്യക്തി ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നോ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നാണ് പന്തയം. അതുകൊണ്ട് തന്നെ അഷേര ദേവതയോട് പ്രാർത്ഥിക്കുന്ന, പൂജ ചെയ്യുന്ന 850ഓളം അവരുടെ പൂജാരികളും സത്യദൈവത്തെ ആരാധിക്കുന്ന ഏലിയൻ താബോർ മലയിൽ വരുന്നു. അഷേര ദേവതയുടെ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ഏലിയ ബലിവസ്തു ഒരുക്കി ആ ബലിവസ്തുവിന് മുകളിലൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നു ആ ബലിവസ്തുവെ ഹനിച്ചതുപോലെ. ദൈവമേ, അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു സ്വർഗീയമായ അഗ്നി ഇറങ്ങി വന്നു ജനത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നും ജനങ്ങളുടെ വിശദീകരണം അഗ്നിയാൽ സംഭവിച്ചുവെന്ന് ബോധ്യം കിട്ടാൻ വേണ്ടി അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൺവെൻഷൻ നടക്കുന്ന സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെയുള്ള 110 kV ട്രാൻസ്ഫോമർ, ഞാനിത് സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഈ 110 kV ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓയിൽ സ്പില്ലേജ് മൂലം ഈ ഓഡിയൻസ് ഇരിക്കുന്ന ഒരു 2 സൈഡിലായിട്ട് കസേരകൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. നടുവിൽ കൂടെ ഈ ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ ഫയർ ബോൾ പറഞ്ഞാൽ ഈ ഓയില് ഇങ്ങനെ കറങ്ങി ഫയർ ബോൾ വന്നിട്ട് കറക്റ്റ് സ്റ്റേജിന്റെ അവിടെ വന്ന് അത് താഴെ വീണു. ഞങ്ങൾക്ക് ആർക്കും പൊള്ളലൊന്നും പറ്റിയില്ല. പക്ഷെ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മുഴുവൻ അത് വലിയ ഒരു ആത്മീയ അനുഭവമായി മാറി. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ സമയത്ത് മഴ പെയ്യുന്നു, അഗ്നി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അഗ്നി ഇറങ്ങി വരികയും ചെയ്യും. അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുടെ മേൽ ദൈവത്തിന് ഉണ്ടായിരുന്ന സ്വാധീനം കാറ്റിനെ ശാന്തമാക്കിയതുപോലെ, കടലിനെ ശാന്തമാക്കിയതുപോലെ പ്രകൃതി ശക്തിയെ നിയന്ത്രിക്കാൻ ദൈവത്തിന് അന്ന് കഴിഞ്ഞെങ്കിൽ ഇന്നും കഴിയുമെന്നും ജനത്തിന് വലിയ ബോധ്യം കൊടുക്കാൻ, വിശ്വാസം കൊടുക്കാൻ. തുടർന്ന് അന്ന് അവസാനിക്കേണ്ട കൺവെൻഷൻ ഒരു ദിവസം കൂടെ നീട്ടിവെക്കുകയും പിറ്റേ ദിവസം നടന്ന പ്രാർത്ഥനകളിൽ ഓൾമോസ്റ്റ് അവിടെ ആ നോഡേ ഏരിയയിലുണ്ടായിരുന്ന മുഴുവൻ മലയാളി കമ്മ്യൂണിറ്റി പങ്കെടുക്കുകയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടായി. ആത്മീയ ജീവിതത്തെ വലിയൊരളവിൽ ഒരു ആത്മീയമായ സന്തോഷം നൽകി മുന്നോട്ട് നയിക്കുകയും ചെയ്ത വലിയൊരു അനുഭവമായിരുന്നു. അതെൻ്റെ ആത്മീയ ജീവിതത്തെ കുറേ നാള് വലിയ ഉത്തേജനം നൽകിയ സംഭവമായിരുന്നു. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. തമിഴ്നാട്ടിലെ രാമേശ്വരം അടുത്തുള്ള എം സവേരിപ്പട്ടണം എന്ന ഒരു പള്ളി ഫ്രാൻസിസ് സേവ്യർ പണിത ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ 3 ദിവസത്തെ തമിഴിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ പോയിരുന്നു. വേളാങ്കണ്ണിയിൽ നടക്കുന്ന ധ്യാനങ്ങളിൽ തമിഴ് ടീമിൻ്റെ ഒപ്പമാണ് യാത്ര പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തി. 1ാമത്തെ ദിവസം സാധാരണ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന പോലെ ദൈവസ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകളെടുത്തു. 2ാമത്തെ ദിവസം പാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. 3ാമത്തെ ദിവസം കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് പറഞ്ഞു. ആരാധനയെ വെച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന തുടങ്ങി പാട്ടൊക്കെ പാടി കൈയടിച്ചു തുടങ്ങിയ സമയത്ത് രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വികാരിച്ചൻ വന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ 3 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് മഴ പെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡൽഹിയിലുള്ള ഈ അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാടാന്ന് പറഞ്ഞു. എന്നിട്ട് തമിഴില് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഊറ്റുതണ്ണീര് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴിലൊരു പാട്ടുണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഊറ്റുതണ്ണീരേ ദേവനവിയേ
ജീവനദിയേ എന്നിൽ പൊങ്ങി പൊങ്ങി വാ, ഇങ്ങനൊരു പാട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള തമിഴിലൊരു പാട്ടാണ്. ഈ പാട്ട് പാടി പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ് സ്തുതിപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അവസാനം ഞാൻ എല്ലാവരോടും പാട്ടൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നെങ്കിൽ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അടച്ച് മഴ പെയ്യാതിരുന്നെങ്കിൽ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് മഴ പെയ്തെങ്കിൽ, അതുവഴി ആഹാബിന്റെ മനമാറ്റത്തിന്, രാജാവായ ആഹാബിന്റെ മനമാറ്റത്തിന് ഇടയാക്കിയെങ്കിൽ, ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇവിടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം 7 ദിവസത്തിനുള്ളിൽ മഴ നൽകിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ദൈവം ജീവിക്കുന്നു തെളിയിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ജനമാണെങ്കിൽ തമിഴ്നാട്ടുകാരുടെ വിശ്വാസം ഒരു പ്രത്യേക തരത്തിലുള്ളതായതുകൊണ്ട് അവര് പറയുന്നത് ഇതൊരു പ്രവാചകൻ പറഞ്ഞതായതുകൊണ്ട് ഇരൈവാക്കിനാർ എന്നാണ് അവർ തമിഴിൽ പറയുന്നത്. അതായത് കണ്ടിപ്പായി മഴ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. കേട്ടപ്പോൾ എനിക്കും കുറച്ച് ആവേശം. പല സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു, കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഇത് പറഞ്ഞ വഴിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, മഴ പെയ്യല്ല ചെയ്യാം, ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ കൂടെ വെള്ളം നദി ഒഴുകുന്ന പോലെ വെള്ളം ഒഴുകുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇവരുടെ എക്സൈറ്റ്മെന്റ് കൂടി ഇവർ ഭയങ്കര പള്ളിയകത്ത് കിടന്ന് ഡാൻസും എന്നിട്ട് മഴ പെയ്തു പോലുള്ള രീതിയിലുള്ള. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് കണ്ട ഒരു മലയാളത്തിലെ ഒരു സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു നാട്ടിൽ മഴ പെയ്യാതെ ഒരു സന്യാസിനെ കൊണ്ടുവരികയും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹോമം നടത്തി മഴ പെയ്യുന്നതൊക്കെ ആയിട്ടൊരു സിനിമ ഞാൻ പണ്ട് കണ്ടൊരു സിനിമയുടെ ഒരു വിഷൻ. അന്ന് കണ്ട സിനിമയുടെ ആ മഴ പെയ്യുന്ന ഭാഗങ്ങൾ ഞാൻ കാണുകയാണ്. ആ കണ്ട വഴിക്ക് എനിക്ക് കുറച്ചും കൂടെ ആവേശം കൂടി. ഞാൻ പറഞ്ഞു, ഇവിടെ 7 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും. മഴ പെയ്യുക മാത്രമല്ല, ഈ പള്ളി കോമ്പൗണ്ടിലൂടെ വെള്ളം ഒഴുകും. വെള്ളം ഒഴുകുക മാത്രമല്ല, പള്ളിയുടെ ഉള്ളില് നോഹയുടെ കാലത്ത് പ്രളയം വന്ന പോലെ പള്ളിയുടെ ഉള്ളിൽ മുട്ടിനൊപ്പം വെള്ളം പള്ളിയകത്ത് വരും. അങ്ങനെ പള്ളിയകത്ത് വെള്ളം വരുമ്പോൾ പള്ളിയിൽ കയറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ വസ്ത്രം പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ കയറും. ചെറിയ കുട്ടികൾ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് ബെഞ്ചിലിട്ട് ബെഞ്ചിന്റെ മുകളിൽ കയറുന്ന കുർബാനമാണ്. അച്ഛന് ആൾക്കാരിലേക്ക് വരാനായിട്ട് ലോഹം പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച കുർബാന കാണുന്നൊക്കെ പറഞ്ഞു. എന്തോ ഞാൻ സാധാരണ അങ്ങനെ പറയുന്ന ആളല്ല, ഒരു പ്രത്യേകമായ ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയി. അങ്ങനെ യോഗം കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛൻ പറഞ്ഞു പ്രയറൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാരെന്നോട് പറഞ്ഞു, ബ്രദറെ ഇനി നമ്മുടെ ടീം അംഗങ്ങൾ ഒരിക്കലും ഈ നാട് കാണില്ല. എന്താ അങ്ങനെ പറയുന്നു? അല്ല, 3 കൊല്ലമായിട്ട് മഴ പെയ്യാത്തടത്ത് മഴ പെയ്യല്ലേ, ഇനി മഴ പെയ്തു തന്നെ വിചാരിക്കുക, പള്ളി കോമ്പൗണ്ടിൽ കൂടെ വെള്ളം ഒഴുകുക, പള്ളിയുടെ ഉള്ളിൽ മുട്ടിനൊപ്പം വെള്ളം വരിക, അച്ഛൻ ലോഹ പൊക്കി പിടിച്ചിട്ട് കുർബാനയ്ക്ക് ബെഞ്ച് മൂടെ നടന്നു വരിക, ചെറിയ കുട്ടികളെ ബെഞ്ചിന്റെ മുകളിൽ കയറ്റി വെച്ച് കുർബാന കാണുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പറയുമ്പോൾ യുക്തിസഹമായിട്ടൊക്കെ പറയേണ്ടതെന്ന് ചോദിച്ചു. ടീം മെമ്പേഴ്സ് പലരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തമിഴ്നാട്ടിൽ തന്നെ മുളവിള എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വേറെ തമിഴിൽ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളി ശനിയാഴ്ച 3 ദിവസത്തെ കൺവെൻഷനാണ്. വെള്ളിയാഴ്ചത്തെ പ്രയറൊക്കെ കഴിയുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഈ പറയുന്ന ഈ എം സവേരി പട്ടണം എന്ന പള്ളിയിലെ മഴ പെയ്യുന്നത് ഞാനിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആയ സമയത്ത് അവിടെ മുളവിളയിൽ കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ കൂടിയാണ്. അവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛോടെ മഴ പെയ്യുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ തമിഴിൽ അച്ഛൻ ഇങ്ങനെ മറുപടി, ചിന്ന ചിന്ന തൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ് ഡ്രിസിൽ ഓഫ് റെയിൻ, ചെറുതായിട്ട് മഴ പെയ്യുന്നത്. എന്നിട്ട് യു കണ്ടിന്യൂ ടു പ്രേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ ആശ്വാസം, മഴ തൂളെങ്കിലും ചെയ്തല്ലോ, മഴയില്ലാതെ നിന്ന സ്ഥലത്ത്. അങ്ങനെ 3ാമത്തെ ദിവസം മുളവിളയിലെ കൺവെൻഷൻ നടക്കുന്നു. ആരാധനയുടെ സമയത്ത് ഞാൻ അച്ഛനെ വീണ്ടും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ ആയതുകൊണ്ട് സവരി പട്ടണത്തേക്ക് വിളിക്കുന്നു, വികാരിയച്ഛനോട് സംസാരിക്കുന്നു. അച്ഛോ മഴ പെയ്തോന്ന് ചോദിച്ചു. അവിടെ അച്ഛൻ will you pray to stop this nasty rain? ഞാൻ ഷോക്കായി പോയി. What happened, father? There is heavy downfall, heavy rains, no power, no electricity, and everywhere water is flooding. This is an area where we have never seen a flood in our life. എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഭയങ്കര ആങ്സൈറ്റി, ടെൻഷൻ, പ്രോബ്ലം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു അസ്വസ്ഥയായി. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയ സമയത്ത്, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ തിങ്കളാഴ്ച എടുത്ത് നോക്കിയ സമയത്ത് ന്യൂസ് എന്താണ്,
ബംഗാൾ ഉൾക്കടലിന്റെ ഒരു ന്യൂനമർദ്ദം ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്നൊക്കെ മലയാളത്തിൽ പറയും. ആ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായത് അതിന്റെ ഒരു എക്സാക്ട് ഈ ബേസ്റ്റ് നടന്നത് ഈ എം സവേരി പട്ടണം പള്ളിയുടെ മുൻപിലെ റോഡാണ്. ആ റോഡിന്റെ അപ്പുറത്ത് തമിഴ്നാട്ടില് AD എന്നൊക്കെ പറയും. വല്ലപ്പോഴും മഴ പെയ്യുകയാണെങ്കിൽ ആ വെള്ളം കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത കൊല്ലത്തെ മഴ വരെ ഒരു മഴവെള്ള സംഭരണി പോലെ വലിയൊരു അല്ലെങ്കിൽ ഒരു ചെറിയ ഡാം എന്നൊക്കെ വേണമെങ്കിൽ ചെക്ക് ഡാം പോലത്തെ സ്ഥലത്താണ്. ഈ ചെക്ക് ഡാം പോലത്തെ സ്ഥലത്താണ് ഈ ക്ലൗഡ് ബേസ്റ്റ് നടന്നത്. ക്ലൗഡ് ബേസ്റ്റ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെച്ചിട്ട് വെള്ളം അടി പമ്പ് ചെയ്യുന്ന പോലെ കനത്തിലായിരിക്കും ഈ മഴവെള്ളം താഴേക്ക് വരുന്നത്. അങ്ങനെ ഈ ക്ലൗഡ് ബേസ്റ്റ് കഴിഞ്ഞ് ഈ AD മുഴുവൻ വെള്ളം നിറഞ്ഞു. ആ AD മുകളിൽ കൂടെ സൈഡിൽ കൂടെയാണ് റോഡ്, ഡാം പോലെ ചെക്ക് ഡാം പോലെ പണിതിരിക്കുകയാണ്. അതിന്റെ കവർ ചെയ്തിട്ട് പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം വന്നു. പള്ളി കോമ്പൗണ്ടിന്റെ പിന്നിൽ കൃഷിസ്ഥലമാണ്. അപ്പോൾ പള്ളിക്ക് ചുറ്റും ഏകദേശം 2 അടി വീതിയിൽ 4 അടി ഉയരത്തിൽ പള്ളി കോമ്പൗണ്ട് ഒരു 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. കരിങ്കല്ലുകൊണ്ട് വലിയ മതിൽ പണിത് വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ AD ഓവർഫ്ലോ ചെയ്ത വെള്ളം വന്ന് ഈ പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വന്നു. പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വന്ന വെള്ളം പിന്നെ പുറത്തേക്ക് ഒഴുകി പോകാൻ മാർഗമില്ലാത്തതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വന്നു. പള്ളിയുടെ ഉള്ളിൽ ഏകദേശം 4 അടി ഉയരത്തിൽ വെള്ളം വന്ന് കെട്ടി നിന്നു. കരണ്ടും ഇല്ല. മാത്രമല്ല അവിടുത്തെ താഴ്ന്ന സ്ഥലങ്ങളിൽ മുഴുവൻ വെള്ളം മുങ്ങിപ്പോയി. ആർക്കും അവിടെ അടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലെത്തി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആണ് വെള്ളമൊക്കെ ഇറങ്ങുകയും പള്ളി മതിൽ പൊളിച്ചു മാറ്റിയിട്ടൊക്കെയാണ് വെള്ളം തുറന്നു വിടുകയൊക്കെ ചെയ്തിട്ടാണ് വെള്ളം ഇറങ്ങിയത്. ഇപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഈ പള്ളി ഫ്രാൻസിസ് സേവ്യറിന്റെ കാലത്ത് പണിത പള്ളിയാണ്. 250 കൊല്ലം പഴക്കമുള്ള ഒരു കൊച്ചു പള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഒരു തവണ പുതുക്കി പണിതു. അപ്പൊ ഫ്രാൻസിസ് സേവ്യർ പണിതു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഭാഗങ്ങൾ തൊടാതെയാണ് ഇരുന്നത്. ഇത് ഏകദേശം ഒരു ഈ റിന്യൂവേഷൻ കഴിഞ്ഞ് 100-200 കൊല്ലമായതുകൊണ്ട് ഇത് പൊളിച്ചു പണിയണം എന്ന ചിന്ത നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നു, ബിഷപ്പിനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഏകദേശം ഒരു 100-ൽ താഴെ കുടുംബങ്ങൾ, പാവപ്പെട്ട ആളുകൾ പള്ളി പൊളിച്ചവരിക്കും പണിയാനായിട്ട് പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് പള്ളി പൊളിക്കാതെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ പള്ളിയുടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ബിഷപ്പ് കൊണ്ട് കുംഭകോണം ബിഷപ്പ് കൊണ്ട് നോക്കിയ സമയത്ത് ഇത് ഏത് നിമിഷം വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പൊളിച്ചു മാറ്റുക എന്നല്ലാതെ നോക്കാൻ. ഇപ്പൊ പൊളിക്കരുത്, ഇത് ഫ്രാൻസിസ് സേവ്യറിന്റെ കൈ തൊട്ടതായത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം, പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം, നമ്മൾ തർക്കത്തിൽ നിൽക്കായിരുന്നു. എന്തായാലും ഈ വെള്ളം 4 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ അവര് മദ്രാസിൽ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്നു. അവർ വന്നിട്ട് പറഞ്ഞത് ഇതിന്റെ ഫൗണ്ടേഷൻ മുഴുവൻ ഈ വെട്ടുകല്ലിലൊക്കെ ചെയ്തതായതുകൊണ്ട് നനഞ്ഞു തന്നു പോയി, ഏത് നിമിഷം ഇടിഞ്ഞു പോയി. എന്തായാലും അതിനുശേഷം അവര് പള്ളി പൊളിച്ച് പുതിയത് പണിയാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്ത് എന്നെ വീണ്ടും വിളിച്ചു. വീണ്ടും അവിടെ ഒരു കൺവെൻഷൻ നടന്നു. ഈ പള്ളി പൊളിക്കുവാനും തുടർന്ന് പുതിയ പള്ളി പണിയുവാനുള്ള കൃപ ദൈവം നൽകാൻ വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ആ നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പള്ളി പണിയാതിരിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. 11 മാസത്തിനുള്ളിൽ പള്ളിയുടെ പണി പൂർത്തിയാവും. ജെറുസലേം ദേവാലയത്തിനേക്കാൾ മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പണിതു വരും. ഫ്രാൻസിസ് സേവ്യറിന് നിത്യസ്മാരകമായി ഈ ദേവാലയം മാറുകയും ചെയ്യും എന്ന് ഒരു പ്രൊഫസി പോലെ പറയുകയും പോരുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതങ്ങ് വിട്ടുപോയി. ഇതുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നു, വലിയൊരു പാക്കറ്റ്. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാനത് തുറന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ കൂദാശാക്രമത്തിന്റെ വെഞ്ചിരിപ്പിന്റെ സെറമണിയാണ്. അതിന്റെ പോസ്റ്റേഴ്സാണ്. ആ പോസ്റ്ററിൽ കുംഭകോണം ബിഷപ്പും ഞാനും അവിടെ വേരിയസിൽ നിൽക്കുന്ന വലിയ ഈ തമിഴ്നാട്ടിലെ ശൈലിയിൽ വലിയ പോസ്റ്ററുകൾ വയ്ക്കും. ഈ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തതിൻ്റെ എനിക്ക് സ്പെസിമെൻ അയച്ചു തന്നു. മാത്രമല്ല ഈ ദേവാലയത്തിന്റെ കൂദാശകർമ്മത്തിന് അവിടെ പോയ സമയത്ത് വീണ്ടും അവിടെ സുവിശേഷ യോഗം നടന്നു. ആളുകൾക്ക് വളരെ സന്തോഷമാവുകയും ആളുകളുടെ വിശ്വാസ വർധനയ്ക്ക് ഇടയാവുകയും ചെയ്തു. ഈ ദേവാലയ നിർമ്മാണത്തിന് ഇവിടെ ഒരു പൈസ ഒന്നും ഉണ്ടായിരുന്നെങ്കിലും ഈ ഫ്രാൻസിസ് സേവ്യറുമായി ബന്ധപ്പെട്ട ഒരു പള്ളി ഇങ്ങനെ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ തർക്കമുണ്ടായിരുന്നു. ഈ മഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടുത്തെ ലോക്കൽ TV ചാനലുകളിലും അവിടുത്തെ ലോക്കൽ പത്രങ്ങളിലൊക്കെ ഇത് വലിയ തലക്കെട്ടുള്ള ന്യൂസ് ഒന്നുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ള
ഫ്രാൻസിസ് സേവ്യറിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ദേവാലയ നിർമ്മാണത്തിനുള്ള പണം മുഴുവൻ അവിടെ എത്തിച്ചു കൊടുക്കുകയും ഈ പാവപ്പെട്ട ഗ്രാമീണർക്ക് പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായൊരു ദേവാലയം പണിയുവാനും അത് അവിടുത്തെ ജനത്തിന്റെ വിശ്വാസവർദ്ധനയ്ക്കും എൻ്റെ വ്യക്തിപരമായ വിശ്വാസവർദ്ധനയ്ക്കും അത് ഇടയാക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്ക് മുന്നോട്ട് പങ്കുവയ്ക്കാനുള്ളത്. ബെനീച്ചൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് സീനായിലെ ഡയറക്ടറായി സീനായിൽ നിന്ന് തിരിച്ചു വന്ന് ഗാഗുൽത്തയിൽ വന്നതിന് ശേഷം വീണ്ടും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ 2012 മുതൽ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വിവിധ ശുശ്രൂഷകളിൽ സഹായിക്കുവാൻ അവിടെ നടക്കുന്ന താമസ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ധ്യാന ശുശ്രൂഷകളിൽ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനും അവിടെ നടത്തുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ മറ്റ് പഠന പരിപാടികളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ദൈവം വലിയ കൃപ തന്നു. ആ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. എൻ്റെ ഭാര്യ വിനീതയുടെ വീട് കണ്ടശങ്കടവിലാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് കുടുംബത്തോടെ ഇപ്പോൾ നെല്ലങ്കരയിൽ താമസിക്കുന്നു. ഇതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. കേൾക്കുന്ന നിങ്ങളുടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു.